2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ മുന്നണികൾ. ഈ നൂലിന്മേലോട്ടുള്ള യാത്ര പോലെയാണ് അവർക്കതിപ്പോൾ. അല്ലെങ്കിൽ സർക്കസുകാരൻ ഞാണിന്മേൽ നടക്കുന്നത് പോലെ ഒരു മുന്നണിക്കും അത്ര വളരെ എളുപ്പത്തിൽ കരകയറാൻ സാധിക്കില്ല. അങ്ങനെ മാറിയിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. ഇപ്പോൾ മൂന്നാം വട്ടം തുടർഭരണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതല്ലി നിൽക്കുമ്പോഴും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ. 2, ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ വേണ്ടി UDF നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് അമിത പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. 3, ഇതേ അവസരത്തിൽ കേരളത്തിൽ BJP അതിശക്തമായ രീതിയിൽ ഇടം പിടിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഇടം പിടിക്കുമ്പോൾ അത് ഏത് മുന്നണിക്കാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്ന ആ സമയത്തെ പോളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ശതമാനക്കണക്കും വിജയിയുടെ കണക്കും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ UDFന് പരാജയമുണ്ടായിട്ടുള്ളിടത്ത് BJP അല്ലെങ്കിൽ NDA മുന്നണി എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് നോക്കണം. ഇനി UDF കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിൽ BJP എത്ര വോട്ട് നേടി എന്നുള്ളത് നോക്കണം. കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം തന്നെ കുറവായിരിക്കും. പരാജയപ്പെടുന്നിടത്തും ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും പരാജയപ്പെടുക. കാരണം BJP ഇവരുടെ വോട്ട് നല്ല രീതിയിൽ അപഹരിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിലെ പലർക്കും അറിയാം. ഇപ്പോൾ ഈ സമീപ സമയത്ത് പാലോട് രവി ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടതാണ്. BJP ഉണ്ടാക്കുന്ന ഇടത്തിലൂടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. ഇത് വേണ്ട തരത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ BJPയെ ക്രൈസ്തവരിൽ നിന്ന് അകറ്റാം. ഇത് എത്ര നാൾ മുമ്പോട്ട് പോകും? തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. നവംബർ മാസത്തിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ്. ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിനിടയിൽ ഇനിയും സംഭവ വികാസങ്ങൾ മാറി മറിയും. ഒരു നിമിഷത്തെ ചില ക്രിയകൾ തന്നെ മതി രാഷ്ട്രീയം പോലും മാറ്റിമറിക്കാനായിട്ട്. അതിന് CPMന് കഴിയുമെന്നുള്ളത് കോൺഗ്രസ് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് തിരിച്ചടി ഉണ്ടാകാതെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം ക്രൈസ്തവ സഭ ഇപ്പോൾ ഒരു പക്ഷേ ഒരല്പം അകന്നിട്ടുണ്ടെങ്കിലും ഇവരെ ചേർത്ത് നിർത്താനായിട്ട് BJPക്ക് കഴിയും. അതിന് അത്തരത്തിലുള്ള തന്ത്രം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അത് അമിത്ഷായ്ക്ക് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത്രത്തോളം ചാണക്യ തന്ത്രങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാനുഭാവൻ തന്നെയാണ് അമിത്ഷാ. അത് മറ്റു പല സംസ്ഥാനങ്ങളിലും നേടിയിട്ടുണ്ട്. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരിക്കുന്നത്. അവരുടെ പിൻബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി കേരളത്തിലും ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ അധികാരത്തിൽ വരാം. അതായിരിക്കും അതിൻ്റെ യഥാർത്ഥ വഴി. അല്ലാതെ BJP ഏതെങ്കിലും ചെറിയ ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടു പോയാൽ അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ BJP ചെയ്യും. ഈ ക്രൈസ്തവ സഭ ആ ബന്ധം ശക്തമായി ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ
കേരളത്തിൽ മറ്റ് രണ്ട് മുന്നണികളും ദുർബലമാകുന്നു, പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ രണ്ട് മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾ NDAയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗമായാലും ജോസഫ് ആയാലും ജേക്കബ് ആയാലും ബാലകൃഷ്ണപിള്ള വിഭാഗമായാലും അതുപോലെ തന്നെ മാണി സി കാപ്പൻ വിഭാഗമായാലും ജനാധിപത്യ കേരള കോൺഗ്രസ് ആയാലും പറഞ്ഞാൽ തീരാത്തത്ര തരത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയും കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇനി മലയാള അക്ഷരമാലയും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ ആ കേരള കോൺഗ്രസിന് എപ്പോഴും അടിത്തറ എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായമാണ്. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെയാണ് അവരുടെ ഉപദേശക സമിതി എന്ന് പറയുന്നത്. അവർ പറയുന്നതനുസരിച്ചാണ് കേരള കോൺഗ്രസ് മൂവ് ചെയ്യുന്നത്. ഇടയ്ക്ക് PJ ജോസഫ് പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എല്ലാം ഒരു കുടക്കീഴിൽ വരണം, ഒന്നിക്കണം, ലയിക്കണം. എല്ലാവരും വന്നില്ലെങ്കിലും ജോസഫും മാണിയെങ്കിലും ലയിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരെ എല്ലാം കൂടി ലയിപ്പിച്ചുകൊണ്ട് ഇവർ NDA മുന്നണിയിലേക്ക് വരുമ്പോൾ, ഇതിനു മുമ്പായിട്ട് ക്രൈസ്തവ സഭകളെ മുഴുവൻ അരക്കിട്ടുറപ്പിച്ചതിന് ശേഷം കേരളത്തിലെ BJP ഘടകം ഈ കേരള കോൺഗ്രസുകളെ എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന് മുമ്പോട്ട് പോയാൽ അത് NDA മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കും. അപ്പോൾ BDJS വന്നതിന് ശേഷം നോക്കണം. നമ്മൾ BDJSനെ പല രീതിയിലും പഴിചാരുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും BDJS രൂപീകൃതമായതിനു ശേഷം കേരളത്തിൽ BDJS മത്സരിച്ച മണ്ഡലങ്ങൾ എടുത്ത് നോക്കണം. NDAയുടെ ഘടകകക്ഷിയാണ്, BJP മുന്നണിയിലുള്ളത് തന്നെയാണ്. ആ BDJS മത്സരിച്ച ഇടങ്ങളിൽ അവർ നേടിയ വോട്ട് വിഹിതം അവിടെ ഒക്കെ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ വോട്ട് പിടിച്ചു? UDFന്റെ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ, ഏത് തരത്തിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിജീവിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് ഏതായാലും ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ വളരെ സെലക്റ്റീവ് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യുവനിരയെ അവർ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, നല്ലത് തന്നെയാണ്. കടൽക്കിഴവന്മാർക്കെല്ലാം ബൈ പറയണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ പുതിയ സാഹചര്യം, പുതിയ കാലത്തിനനുസരിച്ച് മാറണം. അപ്പോൾ ഇവിടെ അവരെ മാറ്റി നിർത്തുക, പുതിയ നിര വരട്ടെ. അങ്ങനെ വരുമ്പോൾ, കാരണം CPM ഒക്കെ എപ്പോഴും പുതിയ നിര കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ CPM ഇക്കുറി പുതിയ നിര കൊണ്ടുവരുന്നത് അവർക്ക് ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകുന്നവരായിരിക്കും. കാരണം അവരത്തരത്തിലാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്. SFIയിലുള്ള ആർഷോയും DYFIയിലുള്ള റഹീമും പിന്നെ വലിയ ഡോക്ടറേറ്റൊക്കെയുള്ള ചിന്താ ജെറോമും മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ്റെയൊക്കെ കഴിവുകേടും ഒക്കെ നമ്മൾ കണ്ടതാണ്. ലോക വിഡ്ഢിത്തരങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് കൊണ്ടുവരുന്നത്. BJP കൊണ്ടുവരുന്നത് മറ്റു ചില മുഖങ്ങളാണ്. ക്രൈസ്തവ മുഖങ്ങളോടുകൂടി ഒരു വലിയ നിരയെയും അവർ ഇറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ സസൂക്ഷ്മതയോടുകൂടി ആണം മുന്നണികൾ പോകാൻ. UDF എങ്ങനെ ചില കാര്യങ്ങളെ അതിജീവിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.